ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ആഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ സിദ്ധാർത്ഥും ശരത് കുമാറും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തമിഴ് സിനിമയായിരുന്നു 3BHK എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ് ആമസോൺ പ്രൈമിലും സിംപ്ലി സൗത്തിലായിട്ട് തമിഴ് തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നേരത്തെ റിലീസ് ചെയ്ത ഒരു തെലുങ്ക് സിനിമയുടെ ഡബ്ഡ് വേർഷനാണ്. ഷോർട്ട് ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലെ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ബക്കൈറ്റി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. C5 ഈ ഒരു സീരീസ് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് അവൈലബിൾ ആണ്. ഫഹദ് ഫാസിലും വടിവേലും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു മാരീസ് എന്ന് പറഞ്ഞ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. നെറ്റ്ഫ്ലിക്സിൽ ആഗസ്റ്റ് മാസത്തിൽ 3-ാമത്തെ ആഴ്ച റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത നമ്മുടെ സുരേഷ് ഗോപി, അതുപോലെ തന്നെ അനുപമ പരമേശ്വരനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK എന്ന് പറഞ്ഞ സിനിമ. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. C5 ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 14-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത ധ്യാൻ ശ്രീനിവാസനും ദിവ്യ പിള്ളയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ID ദ ഫേക്ക് എന്ന് പറയുന്ന സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൈന പിള്ളയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ആഗസ്റ്റ് മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. പ്രളയശേഷം ഒരു ജലകന്യക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സി സ്പേസ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഒരു മലയാള സിനിമ തന്നെയാണ്. സുരഭില സുന്ദര സ്വപ്നം എന്നാണ് പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ് ഓ ബാമ അയ്യോ രാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ TV വഴി ഒരു സിനിമ തമിഴ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അടുത്ത ഒരു സ്പാനിഷ് സീരീസ് ആണ്. ഡോസ്റ്റംബാസ് ആണ് സീരീസിന്റെ പേര്. സ്പാനിഷ് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്, മിനി സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, സ്പാനിഷ് ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്കൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.